ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യലി ട്രെക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓൾസോ മൂന്നാറിലെ മീശപ്പുലിമല കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് ഡീറ്റെയിൽസും കൂടെ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ണൂരിൽ നിന്നാണ് കേട്ടോ മീശപ്പുലിമല ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ നമ്മുടെ ഹൈവേസ് ഒക്കെ നല്ലപോലെ റെഡി ആക്കിയതുകൊണ്ട് ട്രാവൽ പണ്ടത്തെക്കാട്ടും കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് വണ്ടിയൊക്കെ എടുത്തിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ മീശപ്പുലിമല ട്രക്കിന് വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ നമ്മൾ അവരെ വിളിച്ച് തലേദിവസം തന്നെ ബുക്ക് ചെയ്യണം. ഞങ്ങൾ വിളിച്ചപ്പോൾ തലേദിവസമാണ് ബുക്ക് ചെയ്യാൻ പറഞ്ഞത്. ബിക്കോസ് അവരുടെ ഒരു സ്റ്റേ ഉണ്ട് റോഡോ വാലിയിൽ. ആ സ്റ്റേ ഓൾമോസ്റ്റ് ബുക്ക്ഡ് ആയിരുന്നു. പിന്നെ ആ സ്റ്റേ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു 4 മണിയാകുമ്പോഴേക്കും അവരുടെ ഓഫീസിൽ എത്തിയാൽ മതി. അപ്പം സ്വന്തം വണ്ടിയുള്ളവർക്ക് അവിടെ അടുത്തുള്ള വേറൊരു സ്റ്റേ മൂന്നാർ ടൗണിൽ തന്നെ വേറെ ഏതെങ്കിലും സ്റ്റേ എടുത്താൽ മതി. എന്നിട്ട് 4 മണിയാകുമ്പം ഇവർ പറയുന്ന പോലെ അവരുടെ ഓഫീസിൽ KFDC മൂന്നാറിൻ്റെ ഓഫീസിൽ അവിടെ എത്തിയാൽ മതി. അപ്പോൾ 4 മണിക്ക് തന്നെ എത്തണം. അതിനെക്കാട്ട് ലേറ്റ് ആകാൻ പാടില്ല. അത് മാൻഡേറ്ററി ആണ്. അത് എന്തുകൊണ്ടാണ് 4 മണിക്ക് എത്തണം എന്ന് അവർ പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാലാണ് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ KFDC മൂന്നാറിൻ്റെ സൈറ്റിലും ഇവർ കൊടുത്തിട്ടുണ്ട് പല സ്ഥലത്തേക്കുള്ള അവരുടെ ഓഫീസ് നമ്പേഴ്സ് ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. മീശപ്പുലിമല മാത്രമല്ല, അവർക്ക് കുറേ ട്രക്കിംഗ് ഉണ്ട്. അതിൻ്റെയൊക്കെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേസമയം തന്നെ അവർ നമുക്ക് വേണ്ടിയിട്ട് ജീപ്പും ബുക്ക് ചെയ്യും. അപ്പോൾ ജീപ്പിൽ KFDC മൂന്നാറിൻ്റെ ഓഫീസിൽ നിന്ന് നമുക്ക് ജീപ്പ് സഫാരി ഉണ്ട്. നമുക്ക് അവിടെ വണ്ടി നിർത്തണം. അവിടെ വണ്ടി നിർത്താനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ജീപ്പ് ഡ്രൈവറിൻ്റെ നമ്പർ അവർ തരുന്നതായിരിക്കും. ഈ ജീപ്പ് സഫാരീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് വരുന്നത് 3300 റുപ്പീസാണ്. മാക്സിമം ഒരു 6 പേരെ നമുക്ക് അതിനകത്ത് കയറ്റാം. അപ്പം നമുക്ക് വേറെ 4 പേരും കൂടി, ഞങ്ങൾ 2 പേരാണ് പോയത്, അപ്പോൾ വേറെ 4 പേരും കൂടി ഉണ്ടെങ്കിൽ നമുക്കത് ഷെയർ ചെയ്തെടുക്കാം. അപ്പോൾ 4 പേര് എക്സ്ട്രാ ഇല്ലെങ്കിൽ നമ്മൾ 2 പേരും അത് ഷെയർ ചെയ്ത് എടുക്കേണ്ടി വരും. എത്രയാണോ ടോട്ടൽ അത് /2 ആണ് ഒരു പേഴ്സൺ കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് അവർ തന്നെ 4 പേരെ എക്സ്ട്രാ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ജീപ്പിന് KFDC മൂന്നാറിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു 3 കിലോമീറ്റേഴ്സ് കഴിയുമ്പോഴാണ് നമ്മുടെ റോഡോ വാലിയിലുള്ള ഇവരുടെ ബേസ് ക്യാമ്പ് എത്തുന്നത്. ഈ ബേസ് ക്യാമ്പിൽ നിന്ന് നമുക്ക് ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രെഡും അതുപോലെ തന്നെ കട്ടൻ കാപ്പിയും ഉണ്ട്. ഇവിടെ തന്നെ നമുക്ക് ഫോം പൂരിപ്പിക്കാനുണ്ട്. അതുപോലെ തന്നെ വാഷ്റൂം ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ, അതായത് തലേദിവസം ബുക്ക് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് ജീപ്പ് ഡ്രൈവറിൻ്റെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിൾ പേ വഴിയാണ് ഞങ്ങൾ പേ ചെയ്തത്. അപ്പോൾ അതിൻ്റെ റെസിപ്റ്റും ടോക്കണൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ID കാർഡും അവർക്ക് നമുക്ക് വാട്സാപ്പ് അയച്ചു കൊടുക്കണം. പിന്നെ ഈ മീശപ്പുലിമല ഈ ബേസ് ക്യാമ്പിൽ വരുന്ന സമയത്ത് അവിടെ ഒരു ഫോം ഫില്ല് ചെയ്യാണ്ട്, അവിടെ നമ്മളിപ്പോൾ ഗ്രൂപ്പായിട്ടാണ് വരുന്നെങ്കിൽ ഗ്രൂപ്പിൽ ഒരാളുടെ നമ്പർ കൊടുത്താൽ മതി. അതുപോലെ തന്നെ ID കാർഡിൻ്റെ നമ്പറും. നമുക്ക് ID കാർഡ് എടുക്കണമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി മറന്നുപോയി. പക്ഷേ ഫോണിൽ നമ്പർ ഉള്ളതുകൊണ്ട് അത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ID നമ്പറൊന്ന് കയ്യിൽ വെച്ചിരിക്കുക. ഇതാണ് മീശപ്പുലിമല ബേസ് ക്യാമ്പിലെ ടെൻറ്റ് സ്റ്റേസ്. അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് 2 അഡൾട്ട്സിന് 4000 റുപ്പീസാണ്. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഈവനിങ് സ്നാക്സൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആകെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വാഷ്റൂം ഫെസിലിറ്റിയാണ്. പല വാഷ്റൂമിലും ഫ്ലഷ് വർക്ക് ആകുന്നുണ്ടായിരുന്നില്ല. ബക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു റേറ്റിന് ആ ഫെസിലിറ്റീസ് നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇവിടെ നിന്നും 5 കിലോമീറ്റേഴ്സ് ഉണ്ട്. റോഡോ വാലിയിലെ സ്റ്റേ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ അത് സ്റ്റേസ് ഒക്കെ ഉള്ളത്. അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. GST ഒക്കെ കൂടിയിട്ട് 7000 റുപ്പീസാണ് അതിന് വരുന്നത്. അവിടെയും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ലഞ്ചും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ വാഷ്റൂമിൻ്റെ അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ ട്രക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പം അവിടുത്തെ വാഷ്റൂമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് സൈറ്റിൽ തന്നെ ഇതൊക്കെ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നമുക്ക് റൂംസും എല്ലാം കാണാം. പിന്നെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ്, ചാർജസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. റോഡോ വാലിയിലെ സ്റ്റേയിലാണെങ്കിലും അഡീഷണൽ നമുക്ക് ഒരു അഡൽറ്റിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. അതായത് ടോട്ടൽ 3 അഡൽറ്റിന്. പക്ഷേ എക്സ്ട്രാ ബെഡും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ എക്സ്ട്രാ അഡൽറ്റിൻ്റെ പ്രൈസ് നമ്മൾ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ റോഡോ വാലിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് 4 മണിക്ക് തന്നെ പുറപ്പെടണം എന്ന് കറക്റ്റായിട്ട് പറയുന്നത്. ബിക്കോസ് ഓൾറെഡി സൺ റൈസായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മലയുടെ വ്യൂസും സൺറൈസൊക്കെ കാണണമെങ്കിൽ ഈ സമയത്ത് തന്നെ പുറപ്പെടണം. പിന്നെ എന്തായാലും നമ്മൾ ഇടയ്ക്ക് റെസ്റ്റൊക്കെ എടുക്കും. കുറേ മല കയറാനും ഇറങ്ങാനൊക്കെ ഉണ്ട്. പിന്നെ വ്യൂസ് ആസ്വദിച്ച് കഴിയുമ്പം ഏകദേശം കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒരു 10 മണി 11 മണിക്ക് ആകുമ്പം വെയിൽ നല്ലപോലെ വരാൻ തുടങ്ങും. അപ്പം തണുപ്പൊക്കെ മാറി ചൂടായിരിക്കും വരിക. നമ്മൾ ഹ്യൂമിഡിറ്റി അത്രയില്ല, എന്നാലും ചൂട് വരുമ്പോൾ നമുക്ക് കുറച്ച് ടയേർഡാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രക്കിങ്ങിൻ്റെ ചാർജ് വരുന്നത് പെർ പേഴ്സൺ 1500 റുപ്പീസാണ്. ഇത് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രമേ ടോക്കണും റെസിപ്റ്റൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. അവർ ജീപ്പ് ഡ്രൈവറിനെ നമുക്ക് ആക്കി തരുകയുള്ളൂ. പക്ഷേ ജീപ്പ് സഫാരീൻ്റെ പ്രൈസ്, അതായത് 3300 റുപ്പീസ് നമ്മൾ എല്ലാം കഴിഞ്ഞ് അപ്പ് ആൻഡ് ഡൗൺ എല്ലാം കഴിഞ്ഞ് തിരിച്ചവർ നമ്മൾ കൊണ്ടാക്കുന്ന സമയത്ത് ഷെയർ ഇട്ട് കൊടുത്താൽ മതി.
എന്തുകൊണ്ടാണ് റോഡോ വാലിയിലെ സ്റ്റേക്ക് ഇത്രയും പ്രൈസ് കൂടാൻ കാരണമെന്ന് പിന്നീട് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ഓൾമോസ്റ്റ് സൺറൈസ് ഒക്കെ കഴിഞ്ഞു. പക്ഷേ റോഡോ വാലിയിലെ സ്റ്റേസിലാണ് നിങ്ങൾ സ്റ്റേ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ എണീറ്റ് ഹൈക്ക് ചെയ്യാം. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസും എല്ലാം കാണാൻ പറ്റും. ഇപ്പം നമ്മൾ റോഡോ വാലിയിൽ എത്തിയിട്ടുണ്ട്. ഈ സൈഡിൽ കാണുന്നതാണ് അവിടുത്തെ സ്റ്റേസ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ്. അപ്പോൾ ഇവിടെയുള്ളവർക്ക് നേരത്തെ ട്രക്ക് ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസ് എല്ലാം കാണാൻ പറ്റും. ഇതൊരു പ്ലാസ്റ്റിക് ഫ്രീ സോണാണ്. പിന്നെ നമുക്കിവിടെ വേസ്റ്റ് ഇടാൻ എന്തായാലും തോന്നത്തില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എവിടെയാണെങ്കിലും നമ്മൾ വേസ്റ്റ് ഇടരുതെന്ന് തന്നെയാണ് ഞാൻ പറയുക. പക്ഷേ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്നാക്സും ബോട്ടിലൊക്കെ നമുക്ക് നമ്മുടെ ബാക്ക് പാക്കിൽ എടുക്കാം. അത് മസ്റ്റായിട്ട് നിങ്ങൾ എടുക്കണം. കാരണം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ക്ഷീണിക്കും. രാവിലെ 4 മണിക്ക് പുറപ്പെടുന്നതാണ്. പിന്നെ കുറേ മലയൊക്കെ കയറി വരുമ്പം കുറച്ച് പേരെങ്കിലും എന്തായാലും ക്ഷീണിക്കും. അപ്പോൾ ഇടയ്ക്ക് സ്നാക്സ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ കയറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുത്തനുള്ള കയറ്റാണ്. ഞാൻ കുറച്ച് ട്രക്കിംഗ് ഒക്കെ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയ ചെറിയ ട്രക്സൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസിലാണ് ഈ ഒരു ട്രക്കും ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഞാൻ ഇതിനുവേണ്ടി ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഞാൻ ഒട്ടും എക്സസൈസോ വർക്കൗട്ടോ ഒന്നും ചെയ്യാതെ കുത്തിയിരുന്നിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഫേസ് ചെയ്ത ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ട്രക്ക് ആദ്യത്തെ കയറ്റം കയറിയപ്പോൾ തന്നെ നല്ലപോലെ ഹാർട്ടൊക്കെ ബീറ്റ് ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് കാലൊക്കെ കുഴഞ്ഞ പോലെ തോന്നി. പക്ഷേ എന്നെക്കാട്ട് ഏജ് ഉള്ളവരും അതുപോലെ തന്നെ കുറേ സ്ത്രീകളൊക്കെ ട്രക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ചെറിയ പിള്ളേരും ട്രക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളപ്പോൾ അത്യാവശ്യം ഫിറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രക്കിംഗ് വലിയ പ്രശ്നമായിട്ട് തോന്നത്തില്ല. അതുകൊണ്ട് സാവധാനം നിങ്ങൾ സമയമൊക്കെ എടുത്ത് ട്രക്ക് ചെയ്താൽ മതി. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി തോന്നുവാണെങ്കിൽ റെസ്റ്റ് ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ട്. ബിക്കോസ് മഴയില്ലായിരുന്നു. ഞങ്ങൾ ട്രക്ക് ചെയ്ത സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇവിടേക്ക് ഇരിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മല കയറി കഴിഞ്ഞിട്ടുള്ള സ്പോട്ടാണ് കേട്ടോ ഇത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സണ്ണിനെ നമ്മൾ കണ്ടു. മലകളിലൊക്കെ സൺലൈറ്റൊക്കെ വന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ ഈ ഒരു മലയിൽ നിന്ന് അപ്പുറത്ത് ചെറുതായിട്ട് നമ്മൾ നടന്നു പോകുമ്പം ഒരു ബെഞ്ച് ഉണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാം. ഇവിടെ നല്ല തണുപ്പാട്ടോ. അതുകൊണ്ട് തന്നെ സ്വെറ്റർ ഇടണം. സ്വെറ്റർ ഇടാതെ വരരുത്. പിന്നെ ഫുൾ ട്രക്കിംഗ് പാൻസ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഷോർട്ട്സ് ഇടുന്നതിനെക്കാട്ടും. ലീച്ചിൻ്റെ പ്രോബ്ലം അങ്ങനെ ആരും പറഞ്ഞ് കേട്ടില്ല. പക്ഷേ ചില വീഡിയോസിൽ ഇനി മുന്നേ ഞാൻ ട്രക്കിന് പ്രിപ്പയർ ആകുമ്പോൾ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിരുന്നു. അവിടെ കുറച്ച് പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ട്രക്കിംഗ് പാൻസ് ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ഷൂസ് തന്നെ ഇടാൻ നോക്കുക. കുത്തനെയുള്ള മലയും ഇറക്കൊക്കെയാണ്, സ്ലിപ്പാകാൻ ചാൻസ് ഉണ്ട്. ചെരുപ്പ് ഇടരുത്. നടക്കുമ്പോൾ വലിയ പ്രോബ്ലം അങ്ങനെയും തോന്നിയിട്ടില്ല. എന്നാലും ട്രക്കിംഗ് ഷൂസ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ കുത്തനെയുള്ള മലയൊക്കെ കയറാൻ വേണ്ടിയിട്ട് കുറേ പേര് കമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം കമ്പ് ഉണ്ടെങ്കിൽ, വടി ഉണ്ടെങ്കിൽ അതും എടുക്കുന്നത് നല്ലതായിരിക്കും. മീശപ്പുലിമലയുടെ ബെസ്റ്റ് സീസൺ എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ആണ്. ഇവിടെയാണ് നീലക്കുറിഞ്ഞിയും പൂക്കുന്നത് കേട്ടോ. മഴയില്ലാത്ത സമയത്ത് ട്രക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. മഴ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കറിയത്തില്ല, കുറച്ചും കൂടി സ്ലിപ്പാകാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം കുത്തനെയുള്ള ചില മല വെള്ളമൊക്കെ നനച്ചിട്ടുണ്ടെങ്കിൽ സ്ലിപ്പാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അധികം പുല്ലൊക്കെ ഉണ്ട്. ഈ മീശപ്പുലിമലയ്ക്ക് എന്തുകൊണ്ടാണ് ഈ പുലിമല എന്നുള്ളൊരു പേര് വന്നതെന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞ ശേഷം ജീപ്പ് ഡ്രൈവർ പറയുന്നത്, പുള്ളിക്കാരൻ ഇവിടെ അങ്ങനെ പുലിനെ കണ്ടിട്ടില്ല, പക്ഷെ ഒരു ദിവസം ഇവിടെ ചെന്നപ്പം നമ്മൾ വ്യൂ ഒക്കെ കാണാൻ നിൽക്കുന്നതിൻ്റെ താഴെ ഒരു മലയിൽ പുലി ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതുകൊണ്ടായിരിക്കും മീശപ്പുലിമല എന്നുള്ള പേര് വന്നത്. പിന്നെ ഇവിടെ വരയാടിനെയും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പേര് വരാനുള്ള റീസൺ എന്തെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ.
അങ്ങനെ തോടൊക്കെ കടന്ന് നെക്സ്റ്റ് മല നമ്മൾ കയറാൻ പോകണം. ഇത് അത്യാവശ്യം നല്ല കുത്തനെയുള്ള മലയാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യത്തില്ല, പക്ഷേ കുറച്ച് സൈഡിലൂടെ മാത്രമേ നമുക്ക് നടക്കാനുള്ള വഴിയുള്ളൂ, ബാക്കിയെല്ലാം പുല്ലാണ്. അപ്പോൾ ആ ഒരു സ്ഥലം നോക്കിയിട്ട് വേണം നടക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു മല എനിക്ക് ഭയങ്കര മാജിക്കലായിട്ട് തോന്നി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നടന്നു കഴിയുമ്പം എന്താ പറയുക, സ്കോട്ട്ലൻഡിലെ പോലെ ഒരു, ഞാൻ സ്കോട്ട്ലൻഡിൽ പോയിട്ടില്ല, പക്ഷെ അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ കാണാം അങ്ങാകലെ. പിന്നെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ സൈഡിലും കുറേ മലകളുടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കാണാം. ഇത് ഇവിടെ നിന്ന് കണ്ട കുറച്ച് കാട്ടുചെടികളാട്ടോ. അപ്പം സെക്കൻഡ് വൺ കാണുന്ന ഒരു ബൊക്കെ പോലെ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കുറേ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഇവിടെ കാണാം. അപ്പോൾ സ്പ്രിംഗ് ടൈമിലൊക്കെ പോവുകയാണെങ്കിൽ എന്തോരം ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഉണ്ടാവും നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ട്രക്കിങ്ങിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സ്പോട്ട്സിൽ ഒന്നാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ആരും അങ്ങനെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യത്തില്ല. ഞാനിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഈ ഒരു സ്ഥലം, ഈ ഒരു സ്പോട്ട് നോട്ടീസ് ചെയ്തത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർഫോൾസ്. ഇത് ഞാൻ സൂം ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര അകലെന്നാണ് ഞാനത് സ്പോട്ട് ചെയ്തത്. അപ്പോൾ ഇവിടം വരെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ വ്യൂസ് ഉള്ളത്. നമുക്ക് ബ്രെത്ത് ടേക്കിംഗ് ആയിട്ടുള്ള കുറേ വ്യൂസ് ഈ ഒരു മലയിൽ നമുക്ക് കാണാൻ പറ്റും. കുറേ മലകളൊക്കെ ഇങ്ങനെ അട്ടിക്കായിട്ട്, പിന്നെ അകലെയുള്ള ഗ്യാപ്പ് റോഡുമെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ തിരിച്ചിറങ്ങുക കേട്ടോ. ട്രക്കിങ്ങിൻ്റെ അവസാന ഘട്ടങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെ പെട്ടെന്നൊന്നും തീരത്തില്ല, കുറേ നടക്കാറുണ്ട്. പക്ഷെ നല്ല നല്ല വ്യൂസൊക്കെ ഇതോടുകൂടി കഴിഞ്ഞു. ഈ ഒരു പോയിന്റ് എത്തിയപ്പോഴേക്കും ഏകദേശം 10:30, 11 o'clock സംതിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വെയിലും വന്നിരുന്നു. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് കയറുമ്പോൾ തണുത്ത കാറ്റൊക്കെ ആണെങ്കിലും ഇറങ്ങുന്ന സമയത്ത് വെയിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കുറച്ചും കൂടി ടയേർഡായിരുന്നു. അപ്പോൾ ഇറങ്ങുന്നത് അധികം ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ബിക്കോസ് അങ്ങനെ പ്രത്യേകിച്ച് വ്യൂസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇടയ്ക്ക് ഒരു എക്കോ പോയിന്റ് ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് ആൾക്കാർ കണ്ടെത്തിയെന്ന് ഒരു ഐഡിയ ഇല്ല. ആൾക്കാരിങ്ങനെ സൗണ്ടൊക്കെ ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഫ്രഷനപ്പൊക്കെ ആകാം. പിന്നെ എൻ്റെ ഫോണിലെ ചാർജ് പെട്ടെന്ന് തന്നെ തീരാനായതുകൊണ്ട് അധികം വീഡിയോസ് ഞാൻ എടുത്തില്ല. ബേസ് ക്യാമ്പിൽ നമ്മൾ തിരിച്ചെത്തിയപ്പം അവിടെ നമുക്ക് ലഞ്ച് ഓപ്ഷൻ ഉണ്ടായിരുന്നു. റൈസും ചനാക്കടലക്കറിയും മുട്ട പുഴുങ്ങിയതും സാലഡും അച്ചാറും ആയിരുന്നു നമുക്ക് അവർ ലഞ്ച് തന്നിട്ടുണ്ടായിരുന്നത്. ബേസ് ക്യാമ്പിൻ്റെ പകലുള്ള വ്യൂ ഇതാണ്. ഇതെടുത്തപ്പോൾ തന്നെ എൻ്റെ ഫോൺ ഓഫായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞങ്ങളുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.